ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്കിന്ന് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ നോക്കാം കേട്ടോ. 8ാമത്തെ യൂണിറ്റ് നാടറിയാവുന്നുള്ളത്. എല്ലാവർക്കും സ്ക്രീനൊക്കെ കാണാമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു യൂണിറ്റിൻ്റെ നമ്മുടെ നാട് ഏതാ? കേരളം. അപ്പൊ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിന്റെ ഭൂപ്രകൃതി, പിന്നെ നമ്മുടെ നദികള്, പിന്നെ നമ്മുടെ കായലുകള്, ഗതാഗതം, കാലാവസ്ഥ, ആ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അത് നോട്ട് ചെയ്ത് തന്നെ പോവുക. പിന്നെ ഞാൻ ഈ PDF ഗ്രൂപ്പിൽ ഇട്ടോളാം, അതിന്റെ നോട്ട്സും ഗ്രൂപ്പിൽ ഇട്ടോളാം. പക്ഷെ എഴുതി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. പക്ഷെ എന്നാലും അത് മറന്നു പോകാതെ നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവന്ന് നന്നായിട്ട് തന്നെ ഇത് പഠിക്കാം. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നാടറിയാം. അപ്പൊ നമ്മുടെ നാട് കേരളത്തെ കുറിച്ചുള്ള ഒരു നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തെ കുറിച്ച് ജസ്റ്റ് ഒരു കവിതയല്ല, മാതൃവന്ദനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ ഒരു 4 വരികൾ തന്നിട്ടുണ്ട്. പച്ചയാം വിരിപ്പിട്ട സഹിനിൽ തലവച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. അതായത് വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃവന്ദനം എന്ന കവിതയിലെ ഒരു ഭാഗമാണ്. അതിനകത്ത് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ കേരളത്തിന്റെ നമുക്കറിയാം ആ ഒരു മാപ്പ്. കേരളം ഇരിക്കുന്ന ഏകദേശം ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ടാണ്. ഏറ്റവും താഴെ തെക്കേയറ്റം എന്ന രീതിയിലാണ് നമ്മുടെ കേരളം ഇരിക്കുന്നത്. അപ്പൊ ആ കേരളത്തിന്റെ സ്ഥാനത്തിന്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് കിഴക്ക് സഹ്യപർവ്വത നിര, അതായത് നമ്മുടെ പശ്ചിമഘട്ടം, ആ ഒരു ഇതാണ് നമ്മുടെ കിഴക്കായിട്ടിരിക്കുന്നത്. നമ്മുടെ കേരളം ഇങ്ങനെ വരച്ചാല്, ഞാൻ വരയ്ക്കുന്നതല്ല കേട്ടോ, ഇതില് ഈ ഒരു ഭാഗമാണ് നമ്മുടെ പശ്ചിമഘട്ടം എല്ലാം പോകുന്നത്. അതായത് കിഴക്ക് സഹിനിൽ തല വെച്ച് കിടന്നു. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ്, അത് കടൽ തീരമാണ്. അവിടുത്തെ കടൽ തീരത്തെ മണ്ണ് അവിടെ കാൽപാദങ്ങൾ വെച്ചും. പിന്നെ വടക്ക് ഗോകർണം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കർണാടകയിലെ ഒരു സ്ഥലമാണ് ഗോകർണകം എന്ന് പറയുന്നത്. ഗോകർണകത്തിൽ നമ്മുടെ തെക്ക് കന്യാകുമാരിയിലും ഇരു കൈകളും വെച്ച് നമ്മുടെ കേരള മാതാവ് ഉറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രത്യേകതകൾ, ഭൂസവിശേഷതകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് വായിച്ച് നമുക്കിത് കിട്ടത്തില്ല. പക്ഷെ അത്യാവശ്യം ആ 4 വരിയിൽ തന്നെ ആ കേരളത്തിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഭൂസവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃവന്ദനം എന്ന കവിതയിലെ വരികളാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഇനി കേട്ടാൽ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല മലയാളത്തിന്റെ അകത്തും ഇങ്ങനെ ജസ്റ്റ് കവിതയുടെ 4 ഇത് തന്നിട്ട് ആരാ എഴുതിയെന്ന് ചോദിക്കാമല്ലോ. അപ്പൊ ഇത് മാതൃവന്ദനം എന്നതിലെയാണ്. അത് വള്ളത്തോൾ നാരായണ മേനോന്റെയാണ്. അപ്പൊ അത് പറഞ്ഞു ഇത്രേ ഉള്ളൂ. നമ്മുടെ കിഴക്ക് വശത്ത് പശ്ചിമഘട്ടം, നമ്മൾ സഹ്യപർവ്വത നിര എന്നൊക്കെ പറയുന്ന പശ്ചിമഘട്ടമാണ്. പടിഞ്ഞാറ് വരുമ്പോൾ അത് കടൽ തീരമാണ്. പിന്നെ കിഴക്ക് വശത്ത് കർണാടക, അവിടുത്തെ സ്ഥലങ്ങളാണ്. തെക്ക് വരുമ്പോൾ കന്യാകുമാരി. അപ്പൊ ആ ഒരു ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ കേരള മാതാവ് കിടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. നോക്കി, കേരളത്തിന്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ കവിതാശകലം ശ്രദ്ധിക്കൂ. കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്ന് കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ് അല്ലെ? നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ മൊത്തം പച്ചപ്പ് തന്നെ, ഹരിതാപം ചൂടി നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം നല്ല ഭംഗിയാണ് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളും എല്ലാം കാണാൻ വളരെ രസമാണ്. അപ്പൊ ആ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങള്, കുന്നുകള്, കടൽത്തീരങ്ങള്, ജലാശയങ്ങള് തുടങ്ങിയ സവിശേഷതകളുണ്ടോ? നമുക്കറിയാം നമ്മൾ ഓരോ സ്ഥലത്തും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. സ്ഥലങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് പ്രത്യേകതകളുണ്ട്, ഗതാഗതത്തിന് പ്രത്യേകതകളുണ്ട്. അല്ലെ എല്ലാം ഒരുപോലെയല്ല. അപ്പൊ ആ സവിശേഷതകളൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി. ഇനി ആ വൈവിധ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എനിക്ക് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ, വാണിയകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു രൂപരേഖ തന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ സൂചകങ്ങളൊക്കെ വെച്ച് പഠിച്ചതാണ്. നോക്കിക്കേ, കുഞ്ഞു കുഞ്ഞു ഡോട്ടഡ് ലൈൻ എന്നതാ നമ്മുടെ ജില്ലാ അതിർത്തി, പഞ്ചായത്ത് അതിർത്തി, റെയിൽപാത, പിന്നെ ഇങ്ങനെ ഒഴുകി പോകുന്നത് നമ്മുടെ നദി. ഇതുണ്ടോ സൂചകങ്ങൾ? നിങ്ങൾക്ക് കുറച്ചുകൂടെ സൂം ചെയ്താൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് സൂചിക തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചായിരുന്നു ഒരു ഭൂപടത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാണ്. തലക്കെട്ട് വേണം, സൂചിക വേണം, ദിക്കറിയാവുന്നത് വേണം അല്ലെ? അപ്പൊ പിന്നെ അത് തലക്കെട്ടെന്ന് പറയുമ്പോൾ അത് ഏത് മാപ്പാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സൂചിക തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാണിയകുളം ഗ്രാമപഞ്ചായത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്.
ഇത് ജസ്റ്റ് എന്താ സവിശേഷതകൾ പറയാൻ എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. അതിൽ എന്താ നമ്മുടെ നദിയുടെ ഒരു സൂചിക തന്നിട്ടുണ്ട്, റെയിൽപാതയുടെ തന്നിട്ടുണ്ട്, പഞ്ചായത്ത് അതിർത്തി ഉണ്ട്, അതുപോലെ തന്നെ ജില്ലാ അതിർത്തി ഉണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കി, ഈ രൂപരേഖയിൽ കാണപ്പെടുന്ന പ്രധാന നദി ഏതാണ്? ഈ രൂപരേഖയിൽ കാണപ്പെടുന്ന ഒരേ ഒരു നദിയേ ഉള്ളൂ. ഒരു നദിയുടെ പേര് തന്നിട്ടുള്ളത് നമ്മുടെ ഭാരതപ്പുഴയാണ്. ഇനി ഈ തെക്കേ അതിർത്തിയിലൂടെയാണ് നമ്മുടെ ഭാരതപ്പുഴ ഒഴുകുന്നത്. അതായത് വാണിയകുളം ഗ്രാമപഞ്ചായത്തിന്റെ നമ്മൾ ആ ദിക്ക് നോക്കുമ്പോൾ, അതായത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് നമ്മൾ ദിക്ക് നോക്കുമ്പോൾ അതിന്റെ തെക്ക് വശത്താണ് ഏത് നമ്മുടെ ഭാരതപ്പുഴ കാണുന്നത്. ഇനി ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാ? ഇവിടെ നോക്കിക്കേ, ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായിട്ട് പോകുന്ന ഗതാഗത മാർഗം നമ്മുടെ റെയിൽപാതയാണ്. കണ്ടോ, അതിൽ കൂടെ പോകുന്നുണ്ട് വരവരയിട്ട്, അത് റെയിൽപാതയാണ്. ഇതങ്ങനെ നമുക്ക് ചോദിക്കാം. നമുക്ക് സൂചിക തന്നിട്ട് ജസ്റ്റ് ഇത് ഏതിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ മറ്റേ ആ നിറങ്ങൾ തന്നിട്ട് പച്ച, തവിട്ട്, അതൊക്കെ ഏത് ഭൂസവിശേഷതകളും സൂചിപ്പിക്കും, അങ്ങനെ ചോദിക്കാറുള്ളൂ ഭൂപടത്തിന്റെ പൊതുവെ. ഇങ്ങനെ പടം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേട്ടിട്ട് അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക ആ ഒരു പടമൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. ഇനി നമ്മുടെ നാട്ടിലായത് കേരളത്തിന്റെ ഭൂസവിശേഷതകൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ടോപ്പിക്കുകളാണ് നമ്മുടെ കൃഷി, കാലാവസ്ഥ, പിന്നെ നമ്മുടെ നദികള്, കായലുകള്, തടാകങ്ങള്, പിന്നെ എവിടെയൊക്കെയാണ് കടൽ തീരങ്ങളുള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് മലനിരകളുള്ളത്, പിന്നെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന മണ്ണ് അതെവിടെയാണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ നാട്ടിലെ ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ബന്ധപ്പെട്ട കുറച്ച് സൂചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ, ജലാശയങ്ങള്, നിരപ്പായ പ്രദേശങ്ങള്, മലയോര പ്രദേശങ്ങള്, മണ്ണിന്റെ വളക്കൂറ്, ഗതാഗതം, വ്യവസായങ്ങള്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ കേരളം മാത്രം എടുത്താൽ അതിൽ 14 ജില്ലകളുണ്ട്. 14 ജില്ലകളും ഒരുപോലെയല്ല. അതിൻ്റെ അകത്ത് ഗതാഗതത്തിന് വ്യത്യാസമുണ്ട്, മണ്ണിന് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലെ മണ്ണ് ഒരുപോലെ ഉള്ളതായിരിക്കും, അതിന്റെ വളക്കൂറിനൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ വ്യവസായങ്ങള്, കാലാവസ്ഥ, ജലാശയങ്ങള്, പിന്നെ നമ്മൾ പറയും കടൽ തീരം ഇല്ലാത്ത ജില്ലകളുണ്ട്, കടൽ തീരം ഉള്ള ജില്ലകളുണ്ട്. അങ്ങനെയൊക്കെ കുറെ സവിശേഷതകളുണ്ട്. അപ്പൊ ഓരോ ജില്ലകൾക്കും, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ മൊത്തത്തില്, കേരളം എന്ന ഒരൊറ്റ സംസ്ഥാനം എടുത്താൽ തന്നെ അതിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട്. ഇനി നമ്മൾ അതാണ് ബാക്കി നോക്കുന്നത്. ഓക്കെ, നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിന്റെ ഭൂപ്രകൃതി. ആ ഒരു പടവും തന്നിട്ടുണ്ട്. അതിൽ 3 തരത്തിലുള്ള ഭൂപ്രകൃതി നമ്മുടെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഭൂപ്രകൃതി: തീരപ്രദേശം, ഇടനാട്, മലനാട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഈ ഒരു സൂചിക പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതായത് തീരപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബ്ലൂ കളറിൽ കിടക്കുന്നത്, ഈ താഴോട്ട് കിടക്കുന്നത്. ഇനി അതിന്റെ നടുക്ക് വരുന്നതാണ് നമ്മുടെ ഇടനാട്, ഇടയ്ക്കെന്നുള്ള രീതിയിൽ ഇടനാട്. മേളിലെ ഗ്രീൻ കളറിൽ കിടക്കുന്നതാണ് നമ്മുടെ മലനാട്. അപ്പൊ ഈ ഒരു സൂചിക വെച്ച് അതിന്റെ ആ എത്ര സെന്റിമീറ്റർ മുകളിലാണ്, അല്ലെങ്കിൽ എത്ര മീറ്ററിന് മുകളിലാണ് ഇതെല്ലാം ഇരിക്കുന്നതെന്ന് ആ ഒരു സൂചികയെ തന്നെ പറയുന്നുണ്ട്. തീരപ്രദേശം എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ജസ്റ്റ് 7.5 മീറ്ററിലെ താഴെയാണ് വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്, ഈ ഒരു നിരപ്പിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അതില് 75 മീറ്ററിന് മുകളിൽ കിടക്കുന്ന, സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ മുകളിൽ കിടക്കുന്നതാണ് നമ്മുടെ മലനാട്. പിന്നെ ഈ 7.5നും 75 മീറ്ററിനും ഇടയ്ക്ക് വരുന്നതാണ് നമ്മുടെ ഇടനാട് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും താഴെ, ഏറ്റവും കുറവെന്ന രീതിയിൽ തന്നെ കിടക്കുന്നതാണ് നമ്മുടെ തീരപ്രദേശം. ഇനി ഇതിന്റെ ഓരോന്നിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്ന കണ്ടെത്തി നോട്ട്ബുക്കിൽ കുറിക്കും. അത് നമുക്ക് അതിന് ഓരോന്നായിട്ട് നമുക്ക് പറയാം. കേരളത്തിൽ എത്ര ഭൂപ്രകൃതി, അതായത് ഭൂപ്രകൃതി വിഭാഗങ്ങൾ കേരളത്തിൽ 3 എണ്ണമാണുള്ളത്. ഇനി അതിന്റെ ഓരോന്നിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. പിന്നെ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ തീരപ്രദേശമാണ്. പിന്നെ തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാ? അത് നമ്മുടെ മലനാടുമാണ്. ഇടനാട് ആ ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് അത് അവനവിടെ ഇടയ്ക്ക് ആർക്ക് ശല്യമൊന്നുമില്ല, അത് ഇടയ്ക്ക് ഇടയ്ക്കാണ്. പിന്നെ ലക്ഷദ്വീപ്, അത് വേണം ചോദിക്കാം കേട്ടോ, ഒന്ന് ഓർത്തിരിക്കുക. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം നമ്മുടെ തീരപ്രദേശമാണ്. ഇനി തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം അത് മലനാടാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ താഴെയുള്ള തീരപ്രദേശമാണ്, മേളിൽ കിടക്കുന്ന മലനാടാണ്, ഇടയ്ക്ക് കിടക്കുന്ന നമ്മുടെ ഇടനാട്. ഇനി ഓരോന്നിന്റെ നമുക്ക് നോക്കാം. മലനാട്. കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിന്റെ സ്ഥാനം കണ്ടെത്തും. നമ്മൾ കണ്ടായിരുന്നു ഓൾറെഡി, ആ ഒരു പച്ച കളർ, അത് ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും
കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? നമ്മുടെ മലനാട് എന്ന് പറയുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? നമ്മുടെ മലനാട്. അവിടുത്തെ പ്രത്യേകതകൾ എന്താ? കുന്നുകളുണ്ട്, മലകളുണ്ട്, പർവ്വതങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് നമ്മുടെ മലനാട് എന്ന് പറയുന്നത്. ഇനി ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് നമ്മുടെ മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അപ്പൊ ഒരു പോയിന്റ് കൂടെ കിട്ടിയില്ലേ? കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികൾ. പിന്നെ ആ നദികളുടെ പ്രത്യേകത നമ്മൾ ആ നദികൾ എന്നുള്ള ഒരു ആ ടോപ്പിക്കിന്റെ അകത്ത് വരുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. ഈ 44 നദികളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ മലനാട് ആ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് ഈ 44 നദികളുടെയും ഉത്ഭവം. അപ്പൊ അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് ഉയരത്തിലുള്ളതാണ് നമ്മുടെ മലനാട്. കുന്നുകളും മലകളും പർവ്വതങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ മലനാട് എന്ന് പറയുന്നത്. പിന്നെ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത് അവിടെയാണ്. പിന്നെ പൊതുവെ ഹരിതാഭമാണ്. കാരണം കൂടുതലും പച്ചപ്പുകൾ, ഇത് മലകളും ഈ കുന്നുകളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഹരിതാഭമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ 44 നദികൾ ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതിയിൽ നിന്നാണ്, അത് ഭൂവിഭാഗത്തിൽ നിന്നാണ്. ഇനി തെക്ക് അപ്പൊ അതിന്റെ ഒരു സ്ഥാനം എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് ഏത്? നമ്മുടെ കേരളത്തിന്റെ മലനാട് പ്രദേശം എന്ന് പറയുന്നത്. പിന്നെ കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയും നമ്മുടെ രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകള്, നിരവധിയാനം പക്ഷികള്, ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവമായ ജീവികൾ നമ്മുടെ പശ്ചിമഘട്ടത്തിലുണ്ട്. അപ്പൊ ഈ പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഏത്? മലനാട് എന്നുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കുക. പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന നമ്മുടെ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ആ എത്ര ഇതിന് ഉയരത്തിലാണ് അതിരിക്കുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയരത്തിൽ, ഏകദേശം 75 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ മലനാട് എന്ന് പറയുന്നത്. ഇനി ഇടനാട്. അത് പേജ് 136 നൽകിയിട്ടുള്ള ഭൂപടത്തില് ചിത്രം 2 ഇടനാടിന്റെ സ്ഥാനം കണ്ടെത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ എന്താ ഇതിന്റെ അകത്ത് കണ്ട ആ ഒരു ഭൂപടത്തിലാ കണ്ടോ? നടുക്ക് കിടക്കുന്ന ആ റെഡ് കളറിലുള്ളതാണ് നമ്മുടെ ഇടനാട് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? നമ്മുടെ ഇടനാട് എന്ന് പറയുന്നത്. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. ചെറു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. അപ്പം സമുദ്രനിരപ്പിന്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രദേശം വരുന്നത്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നമ്മുടെ തീരപ്രദേശത്തിനും മലനാടിനും ഇടയ്ക്ക് വരുന്നതാണ് ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം, അതായത് ഇടനാട് എന്ന് പറയുന്നത്. ഇനി തീരപ്രദേശമാണെങ്കിലോ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. ജസ്റ്റ് നമ്മുടെ തീരപ്രദേശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കടലിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അപ്പൊ ലക്ഷദ്വീപ് കടലിനോട് ചേർന്നാണ് ആ ഒരു ഭൂപ്രകൃതി വിഭാഗം നിലകൊള്ളുന്നത്. നമുക്കറിയാം കടൽ തീരത്തെ മണ്ണ്, ആ ഒരു ടൈപ്പ് മണ്ണായിരിക്കും. ആ കടൽ തീരത്തെ മണ്ണ്, ആ തരിതര പോലിരിക്കുന്ന ആ മണ്ണൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പിന്നെ ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ ആ ഉയരം എത്രയിനും ഇടയ്ക്കാണ്, അല്ലെങ്കിൽ ഏതിന് മുകളിലാണ്, അല്ലെങ്കിൽ ഏതിൽ താഴെയാണ്, ആ ഒരു ഉയരക്രമം പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള സവിശേഷതകൾ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പം ഈ ഒരു 3 ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന തൊഴിലുകൾ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്, അവിടുത്തെ മണ്ണുകളുടെ അതൊക്കെ അറിയാം. നമ്മൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഈ 3 കാര്യങ്ങൾ: ഇടനാട്, മലനാട്, തീരപ്രദേശം, ഈ 3നെയും കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത്രയും പറഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇത്ര. അതായത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം,
അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്ന കാര്യങ്ങൾ അത്രേ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളൂ. പക്ഷെ അത് മാറിപ്പോവാതെ തന്നെ പഠിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. പിന്നെ ആ സംസ്ഥാനങ്ങളുടെ പറഞ്ഞിരുന്നല്ലോ, തമിഴ്നാട്, കർണാടക അതിർത്തി പങ്കിടുന്ന രീതിയിലുള്ള ആ ഒരു ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത് മലനാടാണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്നിരിക്കുന്നത്, ലക്ഷദ്വീപിനോട് ചേർന്നിരിക്കുന്ന ഏതാ, നമ്മുടെ തീരപ്രദേശമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഭൂപടം തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഓരോ ജില്ലയിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളാണ് ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ മലനാട് ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെ, ഇടനാട് ഉൾപ്പെടുന്നത് ഏതൊക്കെ, നമ്മുടെ തീരപ്രദേശം ഉൾപ്പെടുന്ന ഏതൊക്കെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ജില്ലയിലും അല്ലെങ്കിൽ 3 പ്രകൃതി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെ, അത് നമുക്ക് പെട്ടെന്ന് ഇത് നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. നമ്മുടെ മറ്റേ നമ്മൾ മുമ്പേ കണ്ട ഈ ഒരു മാപ്പ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും. അതായത് ഇടനാടും നമ്മുടെ മലനാടും ഉൾപ്പെടുന്ന ജില്ലകളുണ്ട്. ഇതുണ്ട് ഈ ഒരു മേളിലത്തെ നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ആ ഒരു ഇതെന്ന് പറയുന്ന തീരപ്രദേശത്തിലോട്ട് വരാതെ നമ്മുടെ ഇടനാട്, മലനാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഇടുക്കി, പാലക്കാട്, വയനാട്, ഇതെല്ലാം ഏകദേശം നമ്മുടെ മലനാട്, ഇടനാട് ആ ഒരു ഇതിൽ തന്നെ രണ്ടും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളുണ്ട്. പിന്നെ തീരപ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോട്ടയം വരും, പിന്നെ അതുപോലെ തന്നെ ആലപ്പുഴ വരും, തിരുവനന്തപുരം ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോ ജില്ലകളിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങള് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി, 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെ, തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെ, അതുപോലെ തന്നെ ഓരോ ജില്ലയും എടുത്തു നോക്കിയിട്ട് അതിൽ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ കണ്ടെത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ കാലാവസ്ഥ, അതായത് ഇനി നമ്മൾ ഭൂപ്രകൃതി പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞായിരുന്നു കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ എന്ന് പറഞ്ഞായിരുന്നു. ഈ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാ? നമ്മുടെ 14 ജില്ലകളില് കടൽ തീരമില്ലാത്ത ഒരു 5 ജില്ലകളുണ്ട്. അത് ഏതൊക്കെയാ നോക്കിക്കുക. കടൽ തീരമില്ലാത്തത്, അതുപോലെ തന്നെ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറുള്ളതാണ് കോമൺ ആയിട്ട്. ഒന്ന് ഓർത്തിരിക്കുക. കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വയനാടുണ്ട്, പത്തനംതിട്ടയുണ്ട്, ഇടുക്കിയുണ്ട്, പിന്നെ പാലക്കാടുണ്ട്, പിന്നെ ഒരെണ്ണൂടെ നമ്മുടെ കോട്ടയം. ഈ 5 ജില്ലകളാണ് നമ്മുടെ കടൽ തീരമില്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത്. 5 ജില്ലകൾ: വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഇതാണ് നമ്മുടെ കടൽ തീരമില്ലാത്ത ജില്ലകൾ. ജസ്റ്റ് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ അത് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, അതിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെ. പിന്നെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയും ഏറ്റവും വലിയ ജില്ല ഇവിടെ മാറിയായിരുന്നു. ഏതാ? നമ്മുടെ ഇടുക്കിയായി. പാലക്കാടായിരുന്നു, അതിപ്പം ഇടുക്കിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതും ഓർത്തിരിക്കുക. നമ്മുടെ പിന്നെ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഈ കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിന്റെ ജസ്റ്റ് ജനറൽ ആയിട്ട് അത് തുടങ്ങുമ്പോൾ തന്നെ ചോദിച്ചു പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൂടെ ഞാൻ പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് കേരളത്തിന്റെ കാലാവസ്ഥ നോക്കാം. അത് നമുക്കറിയാം, ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം ഡിസംബർ ഒക്കെ ആയതുകൊണ്ട് തന്നെ തണുപ്പുണ്ട്. അതുപോലെ തന്നെ മഴ ഇടയ്ക്ക് നന്നായിട്ട് പെയ്തും പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ചൂടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടും ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാലാവസ്ഥയിൽ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ പൊതുവേ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് മിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അതികഠിനമായ ചൂടോ അല്ലെങ്കിൽ തണുപ്പോ അങ്ങനെ ഉണ്ടാകാറില്ല. പക്ഷെ എന്നാലും ഇപ്പം പ്രകൃതി ഓരോ ഇതനുസരിച്ച് ഓരോ വർഷം കഴിയുന്തോറും പ്രകൃതിയിൽ അത്യാവശ്യം മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് താനും. പിന്നെ അങ്ങനെ അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം നമ്മുടെ കൂടുതലായിട്ട് തണുപ്പ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കടലിന്റെ സാമീപ്യമാണ്. പക്ഷെ നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത്, കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരെണ്ണം തെക്ക് പടിഞ്ഞാറൻ മൺസൂണും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്ന 2 പ്രധാനപ്പെട്ട കാലാവസ്ഥകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലമാണ് ഉള്ളത്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം, വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം. ഈ 2 കാലാവസ്ഥ അല്ലെങ്കിൽ ഈ 2 മഴക്കാലങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഒന്ന് കാലവർഷം എന്ന് പറയും, അല്ലെങ്കിൽ തുലാവർഷം എന്ന് പറയും. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയും. ഇനി മറ്റേത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. അതായത് കൂടുതൽ കാലവർഷം അല്ലെ കാലവർഷ പെയ്ത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് മഴ ലഭിക്കുന്നത്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്ക് എത്തുന്ന മഴ ചൂടിന്റെ തീവ്രതയ്ക്ക്
കുറച്ച് ആശ്വാസം നൽകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം മഴക്കാലം എന്ന് പറയുമ്പോൾ ഏതാ നമ്മുടെ കറക്റ്റ് സ്കൂൾ തുറക്കുന്ന ഒരു സമയം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല മഴയുള്ള ഒരു സമയമാണ്. അപ്പൊ അതാണ് നമ്മുടെ കാലവർഷം അല്ലെങ്കിൽ എന്താ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മൾ പറയുന്നത്. വേനൽക്കാലം വരുമ്പോഴോ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ചൂടാകുന്ന സമയമാണ്. പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് അതെല്ലാം നല്ല ചൂടുകാലമാണ്. അപ്പൊ അതാണ് നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം എന്ന് പറയുന്നത്. നോക്കിയേ, മൺസൂൺ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ? ഓക്കെ, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് ഏത്? മൺസൂൺ കാറ്റുകൾ. ജൂൺ, സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് ഏത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണുകൾ. അതായത് നമ്മുടെ കാലവർഷം അല്ലെങ്കിൽ നമ്മൾ ഇടവപ്പാതി എന്നൊക്കെ പറയുന്ന നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് എന്ത്? ജൂൺ, സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ട് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിലെ ഈ മഴക്കാലം കാലവർഷം എന്ന് അറിയപ്പെടുന്നു. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഇങ്ങോട്ട് തെക്ക് പടിഞ്ഞാറാണ് വീശിക്കൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ അത് തിരിച്ചു വീശും. അതായത് വടക്കുന്ന് കിഴക്കോട്ടായിട്ട് വീശും. ഈ കാറ്റുകള് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. അതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ തുലാവർഷം എന്ന് പറയുന്നത്. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പ് പൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. കാരണം വെച്ചാൽ ഈയിടെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു അവിടെ തമിഴ്നാട്ടില് അവിടെയെല്ലാം ഭയങ്കര ബാംഗ്ലൂർ അവിടെയെല്ലാം നല്ല വെള്ളപ്പൊക്കം ഇട്ടിരിക്കുമ്പോൾ നമുക്കിവിടെ ചൂടാണ്. നമുക്ക് വലിയധികം മഴ എന്നങ്ങനെ പറയത്തില്ല, ഇടയ്ക്കൊന്ന് ചാറിപ്പോയാലുള്ളതേ ഉള്ളൂ. അപ്പൊ അത് ഈ ഒരു കാരണം കൊണ്ടാണ് തുലാവർഷം അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കൊണ്ടാണ്. അത് നേർ വിപരീത രീതിയിലാണത് ഇങ്ങോട്ട് തിരിച്ചു വീശുന്നത് തന്നെ ആ കാറ്റ്. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം എന്ന് പറയുന്നത്. മറ്റേത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് അല്ലെങ്കിൽ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് പറയുന്ന അതും, വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് നമ്മുടെ തുലാവർഷം. ഈ രണ്ട് കാലാവസ്ഥ അല്ലെങ്കിൽ ഈ രണ്ട് മഴക്കാലമാണ് നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എപ്പോഴാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിലാണ്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഒന്നെങ്കിൽ ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്ന് അറിയപ്പെടുന്നതാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ ആണെങ്കിൽ തുലാവർഷം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി ഈ വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് ഈ തുലാവർഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വൈകുന്നേരം പ്രത്യേക ഒരു ഭയങ്കര ഇടിയും ഇതായിട്ട് വരുന്നതാണ് നമ്മുടെ തുലാവർഷത്തിലെ മഴ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് മഴക്കാലങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിന്റെ പേര് ഓർത്തിരിക്കുക, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് പറയും. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ ആണെങ്കിൽ അത് നമ്മുടെ തുലാവർഷം എന്ന് പറയും. അപ്പൊ ഇത് ഒന്നെങ്കിൽ നിങ്ങൾ ഈ മൺസൂൺ എന്താണ് അല്ലെങ്കിൽ ആ കാറ്റ് എവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വീശുന്നു എന്നുള്ള ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ അതിന്റെ ഇപ്പൊ പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകുന്നുണ്ട് ഞാൻ ഓർക്കാണ്. അല്ലെങ്കിൽ ഇത് ഗ്രൂപ്പിൽ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടെക്സ്റ്റ് വായിക്കാതെ ഇരിക്കല്ലോ കേട്ടോ. ഞാൻ ഇവിടെ ക്ലാസ് എടുത്ത് പോയാലും വീണ്ടും വീണ്ടും പറയണം, ടെക്സ്റ്റ് വായിക്കാതെ ഇരിക്കരുത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുന്ന നമ്മുടെ കേരളത്തിലെ മണ്ണ്. ഓൾറെഡി നമ്മൾ സോഷ്യലിന്റെ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മണ്ണിന്റെ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് അല്ലെങ്കിൽ കേരളത്തില് ഏറ്റവും കൂടുതലുള്ള മണ്ണ്, ആ മണ്ണിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു പോയായിരുന്നു. അതിന് കോഡൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നിക്കിൾന്നും അതായത് എക്കൽ മണ്ണ് ഏറ്റവും കൂടുതലുള്ള നമ്മുടെ ഇന്ത്യയിലാണ്. കേരളത്തിലാണെങ്കിൽ ആ ലാട്രേറ്റ് മണ്ണാണ് കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു പോയായിരുന്നു. ഇനി ഈ കേരളത്തിലെ മണ്ണിന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കാൻ പോവാണ്. നോക്കി, മണ്ണേ നമ്പി ലേലയ്യ ആ ഒരു പാട്ട് ഒരു ട്രെൻഡ് ആയി പോയ ഒരു പാട്ടാണ്. നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇപ്രാവശ്യം 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് മലയാളത്തിന്റെ അകത്ത് ഈ ഒരു പാട്ടുണ്ട്. പക്ഷെ ഈ വേർഡ്സ് മാറിയിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലും റീലുമായിട്ട് എല്ലാം ഈ ഒരു പാട്ട് വന്നതാ.
അപ്പൊ അത് ഈ മണ്ണിന്റെ ഒക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഭൂസവിശേഷതകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പാട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ വായിക്കുന്നില്ല, കാരണം ചിലപ്പോൾ ഇനി ഞാൻ വായിച്ചു വരുമ്പോൾ അത് വേറെ ഏതെങ്കിലും വാക്കുകളൊക്കെ ആയിട്ട് പോയാൽ പിന്നെ അത് ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നോക്കി, അട്ടപ്പാടിയിലെ ഈഴുള്ളരുടെ പാട്ട് ശ്രദ്ധിക്കും. അവരുടെ പാട്ടേ പറഞ്ഞിരിക്കുന്നത്. മണ്ണേ നമ്പി മരമെരുക്ക് ആരീരാരം രാരോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റിന്റെ അകത്ത് കിടക്കുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ആ ഇച്ചിരി ഒരു വേർഡ്സ് മാറിയിട്ടുണ്ട്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് ഏത്? മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. ഇനി എങ്ങനെയാണ് മണ്ണ് രൂപപ്പെട്ടത്? നമുക്കറിയാം, അത് ഓൾറെഡി അന്ന് പറഞ്ഞു പോയൊരു ചെറിയ കാര്യമാണ്. പക്ഷെ നമ്മള് ഇപ്പൊ കാണുന്ന നമ്മുടെ മണ്ണുകൾ എന്ന് പറയുന്നത് അങ്ങ് എന്നാ കുന്നുകള് അല്ലെങ്കിൽ പാറകള് അതിൽ നിന്നെല്ലാം പൊട്ടി ഇങ്ങനെ നദികളിൽ കൂടെ എല്ലാം ഒഴുകി ഒഴുകി അവിടെ ഇവിടെയെല്ലാം ഇടിച്ചിടിച്ച് പൊടിഞ്ഞ് വർഷം, അനേക വർഷങ്ങൾ, 1-2 ദിവസങ്ങളൊന്നുമല്ല, മാസങ്ങളല്ല, അനേക വർഷങ്ങൾ എടുത്താണ് ഈ ഒരു മണ്ണ്, ഇപ്പൊ കാണുന്ന മണ്ണ് രൂപപ്പെട്ടതെന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞു പോയ കാര്യമാണ്. ഈ ഒരു മണ്ണിന്റെ അല്ലെങ്കിൽ ഈ മണ്ണ് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരച്ഛൻ തന്റെ മകൾക്ക് എഴുതിയ കത്ത് അതിൻ്റെ അകത്തും പറഞ്ഞു പോകുന്നുണ്ട്. നമ്മളോർക്കും ഒരച്ഛൻ മകൾക്ക് വേണ്ടി എന്തിനാ അങ്ങനെ മണ്ണ് രൂപപ്പെട്ട കാര്യം പറയാം. പക്ഷെ ആ ഒരു കത്ത്, ആ ഒരു പുസ്തകം തന്നെയുണ്ട്, അച്ഛൻ മകൾക്ക് എഴുതിയ കത്ത്. അത് ഏത് അച്ഛനാണ് ഏത് മകൾക്ക് വേണ്ടി, അത് ഓൾറെഡി നമ്മുടെ കേറ്ററ്റിനകത്തല്ല, അല്ലാതെ നമ്മുടെ PSC എക്സാമിലൊക്കെ ഒരു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഏതച്ഛൻ ഏത് മകൾ എന്നുള്ളത്. അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്താണ്. ഒരച്ഛൻ അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് മകൾക്ക് എഴുതിയ കത്തിന്റെ അകത്ത് പറയുന്ന കാര്യമാണ്. അതിന് ഞാനിവിടെ എടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിൽ. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ആ കത്തിന്റെ അകത്ത് പറയുന്ന ഇതാണ്, അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് മകളോട് ഇന്നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണോന്നൊക്കെ പറഞ്ഞ്, നീ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കരുത്, ഇന്നിന്റെ കാര്യങ്ങളൊക്കെ ഓർക്കാന്നും പറഞ്ഞ ഒരു ഉദാഹരണം എന്ന രീതിയിൽ പറയുന്നതാണ്. നമ്മുടെ ഈ മണ്ണ് അല്ലെങ്കിൽ കുഞ്ഞു പാറ, അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അനേക വർഷങ്ങൾക്ക് ശേഷം അത് ഓരോ സ്ഥലങ്ങളിൽ ഇടിച്ച് പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറി മറിഞ്ഞ്, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തട്ടി പക്ഷെ അവസാനം നല്ലൊരു മണ്ണായിട്ട്, നല്ല ഉറപ്പുള്ള അല്ലെങ്കിൽ നല്ല വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് അത് രൂപപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്യാവശ്യം വലിയൊരു ഒരൊറ്റ വലിയ പാരഗ്രാഫിന്റെ അകത്താണ് ആ മണ്ണ് രൂപപ്പെട്ട കഥയായിട്ട് തന്നെ പറയുന്നത്, ആ ഒരു കത്തിന്റെ അകത്ത്. അപ്പൊ ആ കത്ത് ഓർക്കുക, ഏത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. അത് ആരെഴുതിയതാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി എഴുതിയതാണ്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അത് ജവഹർലാൽ നെഹ്റു എഴുതിയതാണ്. ആർക്ക് വേണ്ടി? നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി. അപ്പൊ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മള് കാണുന്ന മണ്ണ് അല്ലെങ്കിൽ അത് ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ല. അതായത് ഇത്ര കനത്തിൽ അത് മണ്ണ് രൂപപ്പെടണമെങ്കിൽ അനേകം വർഷങ്ങള് താമസം എടുക്കും. അപ്പൊ അതുപോലെ തന്നെ പാറകൾ പൊടിഞ്ഞ് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്കുണ്ടായ വ്യതിയാനത്തില് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെ ഒക്കെ പ്രവർത്തനങ്ങളെല്ലാം വഴിയാണ് നമ്മളിപ്പൊ കാണുന്ന നമ്മുടെ മണ്ണ് രൂപപ്പെട്ടത്. നോക്കിയേ, ചെങ്കൽ മണ്ണ് അഥവാ ലാട്രൈറ്റ് മണ്ണ്, ചെമ്മണ്ണ് റെഡ് സോയിൽ, എക്കൽ മണ്ണ് അലൂവിയൽ സോയില്, വനമണ്ണ് എന്നിവയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഇത് എടുത്തിട്ടായിരുന്നു, ഇപ്പൊ ഒന്നുകൂടെ ഇത് എടുത്തിടാൻ മറന്നുപോയി. ഇപ്പൊ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണാലോ അല്ലെ? ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. ചെങ്കൽ മണ്ണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണിത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? നമ്മുടെ ലാട്രൈറ്റ് സോയിലാണ്. അതൊന്ന് ഞാൻ ഓർത്തിരിക്കാൻ കോഡ് പറഞ്ഞായിരുന്നു. കിള എന്നുള്ള നമ്മുടെ കേരള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അത് നമ്മൾ പറഞ്ഞായിരുന്നു. കിള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ആ ഒരു കോഡ് തന്നെ ഓർത്തിരുന്നാൽ മതി. നമ്മുടെ കേരളത്തിൽ, അതായത് ല എന്നുള്ളത് ലാട്രൈറ്റ് സോയിൽ, അപ്പൊ കിള എന്ന് ഓർത്താൽ മതി. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ലാട്രൈറ്റ് സോയിലാണ്. അതുപോലെ ലാട്രൈറ്റ് സോയിലിന്റെ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണിത്.
നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്ന ഈ മണ്ണിന് അമ്ലഗുണമാണ് കൂടുതലുള്ളത്. കുമ്മായം ചേർത്ത് കൃഷി ചെയ്യണം. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവയ്ക്ക് അനുയോജ്യമാണ് ഏത്? നമ്മുടെ ചെങ്കൽ മണ്ണ്. ഇനി ഓണാട്ടുകര മണ്ണ്, അതായത് ചാര നിറത്തിലുള്ളതും ജൈവാംശം കുറവുള്ളതും ലവണാംശം കൂടുതലുമുള്ളതുമായ മണ്ണാണ് ഏത്? നമ്മുടെ ഓണാട്ടുകര മണ്ണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യാം. അതങ്ങനെ കൂടുതലായിട്ടും കണ്ടിട്ടില്ല ഈ ഒരു ചാര കളറിലുള്ള മണ്ണ്. അത് ചില പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണത്. അതിനെന്താ പ്രത്യേകത? ജൈവാംശം കുറവാണ്, പക്ഷെ ലവണാംശം കൂടുതലും ഉള്ളതാണ്. ഇനി ചെമ്മണ്ണാണെങ്കിലോ കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായി കാണുന്നു. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണുന്നു. സമീകൃത വളപ്രയോഗത്തിലൂടെ തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം. ഇനി എക്കൽ മണ്ണ് നമ്മുടെ അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനുമാണ് ഏത്? നമ്മുടെ എക്കൽ മണ്ണ്. അലൂവിയൽ സോയിൽ എന്ന് അറിയപ്പെടുന്ന എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. കേരളത്തിലാണെങ്കിൽ അത് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിൽ എന്നും പറയും. ഇനി നദീതീരങ്ങളിൽ കാണപ്പെടുന്നു. വെള്ളപ്പൊക്കത്തിന് ശേഷം പുതിയ എക്കൽ അടിയുന്നതിനാൽ വളക്കൂറ് കൂടുതലാണ്. വേമ്പനാട് കായലിന്റെ സമീപ പ്രദേശങ്ങളിൽ കൂടുതലായി കാണാം. നല്ല ഫലപുഷ്ടിയുള്ള എക്കൽ മണ്ണിൽ നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം. ഈ വനമണ്ണാണെങ്കിൽ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% എന്താ? വനമണ്ണാണ്. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വനനശീകരണം മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പിലൂടെ വനമണ്ണ് നഷ്ടപ്പെടുന്നുമുണ്ട്. ഇനി കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനാണ് ഏത്? നമ്മുടെ കറുത്ത മണ്ണ്. അപ്പൊ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എവിടെയാ? നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനാണ് നമ്മുടെ ബ്ലാക്ക് സോയിൽ. നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ട് കീറുകയും ചെയ്യുന്നു. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്കത് അനുയോജ്യമാണ്. പരുത്തി കൃഷിക്ക് അല്ലെങ്കിൽ നിലക്കടലയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിന് ഏതാ? നമ്മുടെ കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ ആണ്. ഇനി പീറ്റ് മണ്ണ്. കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ മണ്ണിനും കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. അപ്പൊ കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനുമാണ് ഏത്? നമ്മുടെ പീറ്റ് മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അത് സയൻസിന്റെ നമ്മൾ പറഞ്ഞത് അത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നെന്ന് എന്ന് പറഞ്ഞു പോയായിരുന്നു സയൻസിന്റെ ക്ലാസ്സിന്റെ അത്. അപ്പം കണ്ടൽ കാടുകൾക്ക് അല്ലെങ്കിൽ കണ്ടൽ ചെടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിന് ഏതാണ്? നമ്മുടെ പീറ്റ് മണ്ണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനും, അല്ലെങ്കിൽ കേരളത്തിൽ ഒരൊറ്റ മണ്ണിനും അല്ല ഉള്ളത്, 14 ജില്ലയിലും കൂടെ വിവിധ തരത്തിലുള്ള മണ്ണിനങ്ങളാണുള്ളത്. അതിന് ഓരോന്നിനും അതിൻ്റെതായ വളക്കൂറുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇന്നത് കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ ചെങ്കൽ മണ്ണ്, ഓണാട്ടുകര മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ. പിന്നെ ഈ ഒരു പാരഗ്രാഫ് ആട്ടോ ഞാൻ പറഞ്ഞ ആ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഈ ഒരു കത്ത ഉണ്ടോ, ഉരുണ്ടതും മിനുമിനുത്തതുമായ ഒരു ചെറിയ ഉരുളൻ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ മൊത്തം പറഞ്ഞത്. ഞാനത് വായിക്കാൻ പോയി, എന്റെ സമയം പോയി, ഞാനിത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. നിങ്ങൾ പയ്യെ വായിച്ചാൽ മതി. ഓർത്തിരിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അത് എഴുതിയത് ജവഹർലാൽ നെഹ്റു. ആർക്കാണ്? ഇന്ദിരാഗാന്ധിക്ക് എഴുതിയതാണ്. അത് മാത്രം ഒന്ന് ഓർത്തിരാന്ന് മറന്നു പോകാതെ. ഇതാണ് അതിന്റെ പ്രത്യേകതകൾ. ഇനി ഇത് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടം ഓൾറെഡി നമ്മൾ അതിനകത്ത് കണ്ടതാണ്. നമ്മുടെ തീരപ്രദേശം, ഇടനാട്, മലനാട് എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ബാക്കി നമുക്ക് ടെക്സ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും നമ്മുടെ ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങൾ. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഏത്? നമ്മുടെ ചെങ്കൽ മണ്ണ് അഥവാ ലാട്രൈറ്റ് സോയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ കറുത്ത മണ്ണ് എന്തിനാ ഏറ്റവും കൃഷി ചെയ്യാൻ? നമ്മൾ പറഞ്ഞായിരുന്നു നിലക്കടലയും, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ, കറുത്ത മണ്ണ് കൃഷി ചെയ്യാൻ ഇതായിട്ട് വളക്കൂറുള്ള കറുത്ത മണ്ണ് കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാ നമ്മളൊന്ന് പറഞ്ഞായിരുന്നല്ലോ. നിലക്കടലയും പിന്നെ ഒരെണ്ണം ഏതായിരുന്നു, പെട്ടെന്ന് ഞാൻ മറന്നുപോയി. നിലക്കടലയും
പരുത്തിയും കരിമ്പും നിലക്കടലയും കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണിനം, അല്ലെങ്കിൽ അത് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനം എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ കറുത്ത മണ്ണ്. അപ്പൊ അതും ചോദിക്കാട്ടോ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനം എന്ന് ചോദിച്ചാൽ അത് ബ്ലാക്ക് സോയിൽ ആണ്, അല്ലെങ്കിൽ കറുത്ത മണ്ണ്. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക ഏതൊക്കെ കൃഷിക്ക് ഏതൊക്കെ മണ്ണാണ് അനുയോജ്യമായിട്ടുള്ളതെന്ന്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇത് അമിത രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം എന്താണ്? അതായത് മണ്ണിന് ദോഷകരമായി അല്ലെങ്കിൽ മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ രാസവളമുള്ള ചെടികൾക്ക് മാത്രമല്ല, അത് മണ്ണിനും ദോഷകരമായിട്ട് അതിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഖനനം ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ മണ്ണിലേക്ക് വലിച്ചെറിയുന്ന അല്ലെങ്കിൽ കുന്നൂട്ടിയിടുന്ന എല്ലാം നമ്മുടെ മണ്ണിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മണ്ണ് സംരക്ഷണത്തിന് ഉപകാരപ്രദമായ മാർഗങ്ങൾ, അല്ലെങ്കിൽ മണ്ണിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാം. നോക്കിയ കണ്ടൽ കാടുകൾ വെച്ചു പിടിപ്പിക്കുക. അതുപോലെ തന്നെ കയർ ഭൂവസ്ത്രം. ഇത് ഒരിടയ്ക്ക് ന്യൂസിന്റെ അകത്തൊക്കെ വന്നായിരുന്നു. ഇങ്ങനെ ഒരു ഏതോ പേര് ഞാൻ മറന്നുപോയി. ഏതോ ഒരു ജില്ലയില് ഒരു ഗ്രാമത്തിലുള്ള കുറച്ചു പേര്, അവരുടെ പഞ്ചായത്തുകാരാന്ന് തോന്നുന്നു, അവരുടെ ആ കൃഷിസ്ഥലത്തോട് ചേർന്ന് ഇങ്ങനെ കയർ ഭൂവസ്ത്രം, അതായത് ഇങ്ങനെ ഈ പാടത്തിന്റെ സൈഡിൽ കൂടെ കോൺക്രീറ്റോ അങ്ങനെയൊന്നുമല്ല, ഈ കയറ് ചാക്ക് അതെല്ലാം കൂടി ഇങ്ങനെ വിരിച്ചു വിട്ട് മണ്ണൊലിപ്പ് തടയുന്ന രീതിയിൽ ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ച് അതൊരു ഒരു സമയത്ത് വാർത്തയായി വന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന അത് മണ്ണിനെ സംരക്ഷിക്കുന്നതാണ്. മണ്ണൊലിപ്പ് തടഞ്ഞത് മണ്ണിനെ സംരക്ഷിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കല്ലുകയ്യാല, പിന്നെ തട്ടുകൃഷി, ഇതെല്ലാം മണ്ണൊലിപ്പിനെ തടയുന്ന അല്ലെങ്കിൽ മണ്ണ് സംരക്ഷണത്തിനുള്ള പ്രത്യേകത ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നതെല്ലാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് നമ്മുടെ ഡിസംബർ 5 നമ്മുടെ ലോക മണ്ണ് ദിനമായിട്ട് അല്ലെങ്കിൽ മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഡിസംബർ 5. പല ആവർത്തി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസംബർ 5ന്റെ പ്രത്യേകത. ലോക മണ്ണ് ദിനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ് ഇതിൽ ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഡിസംബർ 5, അത് മറക്കരുത്. ഡിസംബർ 5 എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മണ്ണ് ദിനം. ലോക മണ്ണ് സംരക്ഷണ ദിനം അല്ലെങ്കിൽ ലോക മണ്ണ് ദിനം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഡിസംബർ 5 ലോക മണ്ണ് ദിനം എന്നറിയപ്പെടുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ കേരളത്തിന്റെ ജലസ്രോതസ്സുകൾ, മനുഷ്യരുടെ നിലനിൽപ്പ്. ഇപ്പൊ നമ്മൾ കാലാവസ്ഥ കണ്ടു, ഭൂപ്രകൃതി കണ്ടു, നമ്മുടെ മണ്ണും കണ്ടു. ഇനി കേരളത്തിലെ ജലസ്രോതസ്സുകൾ, മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് എന്ത്? നമ്മുടെ ജലം. ഇനി ഭൂമിയിലെ ജലത്തിന്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, പുഴകളുണ്ട്, നീരുറവകളുണ്ട്, പിന്നെ കായലുകളുണ്ട്, തടാകങ്ങളുണ്ട്, നമ്മുടെ കിണർ അല്ലെ, അങ്ങനെ കുളങ്ങള്, ഇങ്ങനെ പലതരത്തിലുള്ള ജലസ്രോതസ്സുകളുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ. ഇനി കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളത്തിൻ്റെത്. അതായത് നമ്മുടെ കേരളം വരച്ചാൽ തന്നെ നമുക്കറിയാം ഇങ്ങനെയാണ് അത് കിടക്കുന്നത് തന്നെ. ഈ ഒരു ഷേപ്പിലാണ് കിടക്കുന്നത്. അതില് കിഴക്കെന്താ ഈ ഒരു പടിഞ്ഞാറ് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് നമ്മുടെ അറബിക്കടൽ വരെ ഇങ്ങനെ കയറി ഇറങ്ങി കയറ്റം ഇറക്കമൊക്കെ ആയിട്ട് ചെരിഞ്ഞൊക്കെയാണ് നമ്മുടെ ഭൂപ്രകൃതി, കേരളത്തിന്റെ ഭൂപ്രകൃതി നിലകൊള്ളുന്നത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാകുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു, കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. ഇതെല്ലാം ഉത്ഭവിക്കുന്ന ഏകദേശം മലനാട്ടിൽ നിന്നാണ്. ആ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. 44 നദികളില് 3 എങ്ങോട്ട് ഒഴുകും? കിഴക്കോട്ട് ഒഴുകും. ബാക്കി 41 പടിഞ്ഞാറോട്ട് ഒഴുകും. ആ 3 അത് ഞാൻ ഒരു തവണ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 ഏതൊക്കെയായിരുന്നു? നമ്മുടെ കബനി, ഭവാനി, പാമ്പാറ്. കബനി, അതുപോലെ തന്നെ ഭവാനി, പാമ്പാർ. ഈ 3 ഏത്? നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന 3. ബാക്കി എല്ലാം എങ്ങോട്ട് ഒഴുകും? പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. അപ്പൊ ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ 3 കബനി, ഭവാനി, പാമ്പാർ. ഈ 3 കിഴക്കോട്ട് ഒഴുകുന്നതാണ്. ബാക്കി 41 നമ്മുടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതാണ്. ഇതിൽ ചിലതൊക്കെ കടലിലാണ് പോയി പോയി നിൽക്കുന്ന, അല്ലെങ്കിൽ കടലിലാണ് പോയി
അസ്തമിക്കുന്നത് നമുക്ക് പറയുന്നില്ല. കടലിലാണ് പോയി വന്ന് ചേരുന്നത് ചില നദികള്. പക്ഷെ ചിലതൊക്കെ കായലിലേക്കാ പോകുന്നത്. അങ്ങനെ പ്രത്യേകമുള്ളൂ. ചിലത് അറബിക്കടലിൽ പോയി എന്താ ചേരുന്നതുണ്ട്, ചിലത് കായലിലേക്കാണ് പോയി ചേരുന്നത്. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. നമുക്ക് അത്ര ആഴത്തിലേക്ക് പഠിക്കാനില്ല. പക്ഷെ ഞാൻ അതിന്റെ ഒരു PDF ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. ഓരോ നദികൾ എവിടെ നിന്ന്, ഏത് മലയിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്, എവിടെ പോയി വന്നു ചേരുന്നു, അങ്ങനെ അത് പറയുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ നദികളും അതെ, ഇന്ത്യയിൽ നമ്മുടെ ഗംഗ, യമുന, സിന്ധു ഇതെല്ലാം ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്, എങ്ങോട്ട് ഒഴുകി പോകുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അത്ര ആഴത്തിലേക്ക് നമുക്ക് ഇതിന്റെ പോകേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ PDF ആയിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പൊ അതുകൂടെ ഓർത്തിരിക്കുക. അതായത് 44 നദികളുണ്ട്. 3 കിഴക്കോട്ട് പോകും, ബാക്കി 41 പടിഞ്ഞാറോട്ടാ പോകുന്നത്. ആ 3 പേര് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ വരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം പടിഞ്ഞാറോട്ടാണെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഈ 3 അതായത് കബനി, ഭവാനി, പാമ്പാറ്, ഈ 3 നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്നത്. പിന്നെ നമ്മുടെ ബാക്കി 41 പടിഞ്ഞാറോട്ട് ഒഴുകും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? നമ്മുടെ പെരിയാറാട്ടോ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. എനിക്ക് തോന്നുന്നു 244 കിലോമീറ്റർ ആണെന്നാണ് ഒരു നിഗമനം. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ നിൽക്കുന്ന നദികള്. പിന്നെ ഏറ്റവും ചെറുതാണെങ്കിൽ മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറുത് വരുന്നത്. അപ്പൊ ഏറ്റവും വലുത് വരുന്നത് പെരിയാറും ഏറ്റവും ചെറുത് വരുന്ന മഞ്ചേശ്വരം പുഴ. അത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സൈലന്റ് വാലി എന്ന് ഉത്ഭവിക്കുന്ന പുഴ, അല്ലെങ്കിൽ സൈലന്റ് വാലി കൂടെ ഒഴുകുന്ന പുഴ, കുന്തിപ്പുഴയും തൂതപ്പുഴയും, അങ്ങനെ ഒരു 2 പുഴകളും ഉണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ ഞാനത് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ഇതിന്റെ അകത്ത് ജസ്റ്റ് 44 നദികളുണ്ട്. അതിൽ 3 കിഴക്കോട്ടാണ് പോകുന്നത്, ബാക്കി നമ്മുടെ 41 പടിഞ്ഞാറായിട്ടാണ് പോകുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നോക്കിയേ, 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചറിയും. അത് ജലാശയങ്ങൾ നമ്മൾ വേണ്ട വിധം സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ കാരണം. പിന്നെ അതുപോലെ തന്നെ നമ്മള് ജലമലിനീകരണവും നടത്തുന്നുണ്ട്. നമ്മൾ വേസ്റ്റുകൾ കൊണ്ടിടുന്നു, ഫാക്ടറികൾ വേസ്റ്റുകൾ പോകുന്നു, അങ്ങനെ 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 നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ നദികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കായലും തടാകവും ഞാൻ ഓർത്തത്. അതായത് നമ്മുടെ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് ഏത്? കായലുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഇപ്പോഴും കായലുകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളാണ് ഏത്? കായലുകൾ എന്ന് പറയുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ തിരകൾ, മറ്റേ അങ്ങനെ ഒരു പാട്ടൊക്കെ ഇല്ലേ? അപ്പൊ വേമ്പനാട്ട് കായലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അത് ഓർത്തിരിക്കുക കേട്ടോ. ഏറ്റവും വലിയ നദിയാണെങ്കിൽ പെരിയാറ്, ഏറ്റവും വലിയ കായലാണെങ്കിൽ നമ്മുടെ വേമ്പനാട്ട് കായൽ. ഇനി നമ്മുടെ ശുദ്ധജല തടാകം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് നമ്മുടെ ശാസ്താംകോട്ട തടാകം കേട്ടോ. അതാണ് ശുദ്ധജല തടാകം നമ്മുടെ കേരളത്തിലേത്. ശാസ്താംകോട്ട തടാകം. അത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കൊല്ലം ജില്ലയിലെ പേരെന്നായിരുന്നു? ശാസ്താംകോട്ട തടാകം. ശുദ്ധജല തടാകം കേട്ടോ, ശാസ്താംകോട്ട തടാകം. ഈ സ്ക്രീൻ ചെറുതായതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ശുഷ്കിച്ച് എഴുതിയിരുന്നത്. ശാസ്താംകോട്ട തടാകം. ഓക്കെ. കാണാമല്ലോ അല്ലെ? കായലില് ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കണം. വളരെ വലുതാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട തടാകമാണ്. സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. പിന്നെ ഏറ്റവും വലിയ നദി ഏതായിരുന്നു? ഞാൻ എഴുതി തന്നില്ല അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അറിയാൻ മേലെ ഏറ്റവും വലിയ നദി ഏതാ? ഇവിടെ എഴുതാട്ടോ. പെരിയാറാണ് ഏറ്റവും വലിയ നമ്മുടെ കേരളത്തിലെ നദി. ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഏറ്റവും വലിയ നദി പെരിയാറാണ്. തടാകമാണെങ്കിൽ നമ്മുടെ ശാസ്താംകോട്ട തടാകം. കായലാണെങ്കിൽ അത് വേമ്പനാട്ട് കായൽ. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം. നദികളുടെ കാര്യം പറഞ്ഞപ്പോ കായലിന്റെയും തടാകത്തിന്റെയും കാര്യം കൂടെ വിട്ടുപോയതാ ഞാൻ പറയാൻ. ഇതിന്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല. നമ്മുടെ പക്ഷെ പഴയ ടെക്സ്റ്റിനകത്ത് അത് പറഞ്ഞു പോകുന്നുണ്ട് ആ പേരുകളൊക്കെ. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. എനിക്ക് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ജലസ്രോതസ്സുകൾ മലിനമാണ് നമുക്കറിയാം. ഇതിന്റെ അകത്ത് പിക്ചറിന്റെ അകത്ത് തന്നെയുണ്ട്. ഈ ഹോട്ടലുകളിലെ അല്ലെങ്കിൽ ഫാക്ടറികളിലൊക്കെ വേസ്റ്റ് കൊണ്ട്
വെള്ളത്തിനകത്ത് കളന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൊണ്ടിടുമ്പോഴാണ് നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതായത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പദ്ധതികളുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പദ്ധതികളാണ്, അല്ലെങ്കിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതികളാണ്. നോക്കിക്കേ, ഇനി ഞാൻ ഒഴുകട്ടെ, മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ജൽ ജീവൻ മിഷൻ. ഇതിൽ ജൽ ജീവൻ മിഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് നമ്മുടെ ഈ പഞ്ചായത്തുകളിലെല്ലാം വാതിൽ കൂടെ അല്ലെങ്കിൽ അംഗനവാടിയുടെ ഒക്കെ എല്ലാം ഭിത്തിയെ കൂടെ എല്ലാം നമ്മൾ കാണുന്നത് ജൽ ജീവൻ മിഷൻ. ഒരു തുള്ളിയൊക്കെ ഇങ്ങനെ വീഴുന്നതായിട്ട്, കയ്യിലൊക്കെ വീഴുന്നതായിട്ട് ഒരു പിക്ചർ നമ്മൾ കാണാറുള്ള. ഇതിലെ സർക്കാരിന്റെ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഏതൊക്കെയാണ് 4 പദ്ധതികൾ? ഇനി ഞാൻ ഒഴുകട്ടെ, മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ജൽ ജീവൻ മിഷൻ. ഇതിന്റെ എല്ലാം നിർവഹണം നടത്തുന്നത് ഹരിത കേരള മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും കേന്ദ്ര സർക്കാരും കൂടെ. അപ്പൊ ഈ 4 പദ്ധതികളുടെ പേരുകൾ ഓർത്തിരിക്കുക. നിർവഹണം നടത്തുന്ന അങ്ങനെ ചോദിക്കാറില്ല, ഇനിയിപ്പോ ചോദിച്ചേക്കാം, പുതിയ എങ്ങനെയാന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് അതുകൂടെ നോക്കുക. ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പദ്ധതിയാണെങ്കിൽ അതിന്റെ നിർവഹണം നടത്തുന്നത് നമ്മുടെ ഹരിത കേരള മിഷനാണ്. ഇനി മാലിന്യമുക്തം നവകേരളം ആണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തെളിനീരൊഴുകും നവകേരളം ആണെങ്കിൽ അതും തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഈ രണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ്. ജൽ ജീവൻ മിഷൻ ആണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അപ്പൊ അതുകൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഈ 4 തരത്തിലുള്ള എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്ന പദ്ധതികളാണ് ഈ 4 ഇങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികളുണ്ട് ഓരോരുത്തർക്ക് വേണ്ടി, മാതാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രായമായവർക്ക് വേണ്ടി, അങ്ങനെ 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 ഓരോ പദ്ധതികളുണ്ട്. അപ്പൊ ആ പദ്ധതികളുടെ എല്ലാം പേര് ഓർത്തിരിക്കുക. അപ്പൊ ഇത് ജലസ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ്. അപ്പൊ ഈ 4 പേരുകൾ ഓർത്തിരിക്കുക. ഇനി നോക്കിയാൽ കേരളത്തിന്റെ വിളവൈവിധ്യം. കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. നോക്കിക്കേ, ഞാറ് നടുന്നുണ്ട്, നമ്മുടെ റബ്ബർ ഉണ്ട്, തേയിലയൊക്കെ ഉണ്ട്, നമ്മുടെ തെങ്ങും ഉണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മൾ പറഞ്ഞു വൈവിധ്യങ്ങളുടെ നാടാണ്, അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഉള്ളത്. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും നടുന്ന, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ വിളവൈവിധ്യം, അതായത് വിളകൾ ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വിളകൾ ഓരോന്നും പ്രധാനമായും ഏതുതരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ്? ഇതെല്ലാം മലനാട്ടിൽ പോയി കൃഷി ചെയ്യുന്നതല്ല, എല്ലാം തീരപ്രദേശത്തുള്ളതുമല്ല, എല്ലാം ഇടനാട്ടിലും ഉള്ളതല്ല. 3 ഭൂപ്രകൃതി വിഭാഗത്തിലും കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ഇനി തേയില കൃഷി ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ റബ്ബർ കൃഷി കാണുന്നില്ല. അതിന്റെ കാരണം എന്താവാം? അപ്പൊ അതെല്ലാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. നോക്കിക്കേ, നെൽകൃഷി ഉള്ളത് എവിടെ ഏറ്റവും കൂടുതൽ? പാലക്കാടും കുട്ടനാട്ടിലുമാണ്. ഇനി തേയിലയാണെങ്കിലോ, നമ്മൾ കൂടുതലും പറയുന്നത് എപ്പോഴും ഇടുക്കി, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, എപ്പോഴും ഇടുക്കിയിലാണ് തേയില അല്ലെങ്കിൽ ഏലം ഒക്കെ ഉള്ളത് നമ്മൾ പറയും. പക്ഷെ ഇടുക്കിയിലും ഉണ്ട്, അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരിയിലും ഉണ്ട്. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് തേയില കൃഷി ചെയ്യുന്നത്. നെൽകൃഷിയാണെങ്കിൽ പാലക്കാടും നമ്മുടെ ആലപ്പുഴയിലെ കുട്ടനാട്ടിലുമാണ് നെൽകൃഷി ചെയ്യുന്നത്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് എന്നിവ മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അപ്പൊ കിട്ടിയില്ലേ, മലനാട് പ്രദേശത്ത് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന ഏതൊക്കെയാണ്? നമ്മുടെ തേയിലയുണ്ട്, ഏലമുണ്ട്, കുരുമുളകും ഉണ്ട്, പിന്നെ കാപ്പിയുണ്ട്. ഇതെല്ലാം എവിടെ കൃഷി ചെയ്യുന്ന? കൂടുതലായിട്ടും നമ്മുടെ മലനാട് പ്രദേശത്തുള്ളതാണ് ഏലം, കാപ്പി, കുരുമുളക്, തേയില എല്ലാം. അപ്പൊ ഒരെണ്ണത്തിന്റെ കിട്ടിയില്ലേ, ഒരു ഭൂപ്രകൃതി വിഭാഗത്തിന്റെ കിട്ടിയില്ലേ, മലനാട്. ഇനി ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും
ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന, അയ്യോ അതിന്റെ മേളിൽ കൂടെ അല്ലേ, മരച്ചീനി, ചേന, ചേമ്പ് തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴ കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി നമ്മുടെ കേരളത്തിലാണ്. പിന്നെ കോട്ടയത്താണെന്നും പറയും, അതിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നു. അപ്പൊ ഈ ഇടനാട് എന്നുള്ള പ്രദേശത്താണ് നമ്മുടെ ഈ റബ്ബർ കൃഷി അല്ലെങ്കിൽ വാഴ കൃഷി പിന്നെ നെൽകൃഷിയും ചെയ്യുന്ന ഇടനാട്ടിലാണ്. അതുപോലെ തന്നെ മരച്ചീനി, ചേമ്പ്, ചേന ഇതെല്ലാം എവിടെ നമ്മുടെ ഇടനാട്ടിലാണ്. പിന്നെ നെൽകൃഷി തീരപ്രദേശത്ത് കൂടുതൽ അനുയോജ്യമാണ്, പക്ഷെ ഇടനാട്ടിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടനാട്ടിലും ഉണ്ട്, അതുപോലെ തന്നെ തീരപ്രദേശത്ത് ഉള്ളതാണ് നമ്മുടെ നെൽകൃഷി എന്നുള്ളത്. ഇനി തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. അതുപോലെ തന്നെ കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ 3 വിഭാഗത്തിലും കിട്ടിയില്ലേ. മലനാട്ടിലാണെങ്കിൽ നമ്മുടെ തേയില, കാപ്പി, ഏലം, കുരുമുളക് ഒക്കെ വരും. ഇടനാട്ടിലാണെങ്കിൽ നമ്മൾ ചുറ്റുപാട് നമ്മുടെ ഇത് നോക്കിയാൽ മതി, ഏത് പ്ലാവ്, പിന്നെ വാഴ, റബ്ബർ, മരച്ചീനി, ചേമ്പ, ചേന ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരും, ഇടനാട്ടിൽ വരും. തീരപ്രദേശമാണ് കൂടുതലും നെൽകൃഷി, പിന്നെ തെങ്ങ്, പിന്നെ കായലുകളൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതലും മത്സ്യകൃഷിയാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ ഈ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളുടെയും തൊഴിലുകൾ അല്ലെങ്കിൽ അവിടുത്തെ വിളകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ നോക്കിക്കേ, അയ്യോ ഇവിടെ ഒരു കോളം ഉണ്ടായിരുന്നല്ലോ. ഇതില് അനുകൂല ഭൂപ്രകൃതി അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണ് ഇതെല്ലാമാണ് കാർഷിക സമൃദ്ധി ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ. അപ്പൊ ഈ 3 അതായത് മലനാടിന്റെയും ഇടനാടിന്റെയും തീരപ്രദേശത്തിന്റെയും അവിടെ ചെയ്യുന്ന വിളകൾ ഏതൊക്കെ, അല്ലെങ്കിൽ എന്ത് മണ്ണിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് ആ വിളകൾ അവിടെ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിളകൾ തേയില, കാപ്പി, കുരുമുളക്, റബ്ബർ. ഇപ്പൊ ഇത് ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന ഏതാന്ന് അങ്ങനെ ഓപ്ഷൻ ചോദിച്ചാൽ അത് റബ്ബർ കൃഷി നമുക്ക് ഓപ്ഷനിൽ പെട്ടെന്ന് കറപ്പിക്കാൻ പറ്റണം. അപ്പം ആ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളിലും ഉള്ള വിളകളുടെ പേരുകൾ അത് മാറിപ്പോവാതെ തന്നെ പഠിക്കുക. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്നറിയാമോ? അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായാണ് ബന്ധം. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളകൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലെ. നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ ഭൂപ്രകൃതിയുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അത് മഴ നന്നായിട്ട് പെയ്ത് അത്യാവശ്യം വെള്ളമൊക്കെ ആയിക്കഴിയുമ്പോൾ വള്ളംകളി, പിന്നെ വയലുകളിൽ കാളപൂട്ടൊക്കെ നടക്കുന്നത്. പിന്നെ വിളവെടുപ്പ് സമയത്താണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, നമ്മുടെ വിഷു ആഘോഷിക്കുന്നത്. ഇനി കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യം, ഇതും ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ കോളം പറഞ്ഞത് കേട്ടോ. പിന്നെ പ്രകൃതി ദുരന്തങ്ങളും പിന്നെ നമ്മുടെ ഗതാഗതവും കൂടെ പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ തീരും. ഞാൻ പെട്ടെന്ന് തീർക്കാട്ടോ, 10 മണിയാകാറായെന്ന് എനിക്കറിയാം. 10 മണി ആയോ? 10 മണി ആകുന്നേ ഉള്ളൂ, ഒരു 3 മിനിറ്റ് കൂടെ ഉണ്ട്, ഞാൻ പെട്ടെന്ന് പറയാട്ടോ. കേരളത്തിലെ തൊഴിൽ വൈവിധ്യം നമുക്കറിയാം, എല്ലാത്തിലും വൈവിധ്യമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ തൊഴിലിലും വൈവിധ്യമുണ്ട്. ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ തരത്തിലുള്ള തൊഴിലുകളുണ്ട്. അതായത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, തേയില നുള്ളുന്നവരുണ്ട്, മത്സ്യകൃഷി നടത്തുന്നവരുണ്ട്, റബ്ബർ വെട്ടുന്നവരുണ്ട്, പിന്നെ ഈ കയർ കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള തൊഴിലുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഭൂപ്രകൃതിയായിട്ട് തന്നെ ബന്ധപ്പെട്ട, അത് ഓരോ നാട്ടിലെയും ഭൂപ്രകൃതിക്ക് അനുസരിച്ച്. അതായത് മലനാട്ടിൽ കൃഷി ചെയ്യുന്ന തേയില, നമ്മൾ പറഞ്ഞ തേയില, കാപ്പി, കുരുമുളക്, അപ്പൊ അവിടെ അവരുടെ തൊഴിൽ എന്ന് പറയുന്നത് നുള്ളി എടുക്കുക, അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ എസ്റ്റേറ്റുകൾ നോക്കുന്നുണ്ട്, കാപ്പി ഫാക്ടറികളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ഒരു തൊഴിലെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇടനാട്ടിലേക്ക് വരുമ്പോൾ റബ്ബർ കൃഷി, കൂടുതലും റബ്ബർ വെട്ടുന്നവരാണ്, പിന്നെ റബ്ബർ ഷീറ്റ് അടിക്കുന്നവരാണ്. ഇതൊക്കെയാണ് കൂടുതലും കൃഷി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ തീരപ്രദേശത്തേക്ക് വരുമ്പോൾ അവരുടെ തൊഴിലെന്ന് പറയുന്നത് എന്താ? കയർ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ നമ്മുടെ മത്സ്യകൃഷി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് തീരപ്രദേശത്തേക്ക് വരുന്നത്. അപ്പം ഭൂപ്രകൃതിക്ക് അനുസരിച്ച് തന്നെ തൊഴിലിലും വൈവിധ്യമുണ്ട് എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പൊ ആ തൊഴിലുകളാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. മലനാട്ടിൽ വരുമ്പോൾ തേയില നുള്ളുന്നു, അല്ലെങ്കിൽ കാപ്പിക്കുരു, നമ്മുടെ കുരുമുളക്, ഇതെല്ലാമാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇനി ഇടനാട്ടിൽ വരുമ്പോൾ റബ്ബർ കൃഷി അല്ലെങ്കിൽ വാഴ കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇടനാട്ടിൽ വരും. തീരപ്രദേശത്ത് വരുവാണെങ്കിൽ തെങ്ങ്, പിന്നെ നമ്മുടെ കയറ്, അതുപോലെ തന്നെ മത്സ്യകൃഷി, ഇതെല്ലാമാണ് തീരപ്രദേശത്തുമായിട്ട് വരുന്നത്.
അപ്പൊ അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കും. മുമ്പേ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ അതും ഒന്ന് ഓർത്തിരിക്കുക. ഇനി കേരളവും പ്രകൃതി ദുരന്തങ്ങളും, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകേണ്ട കാര്യങ്ങളല്ല. ഓരോ വർഷം അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഏകദേശം നമ്മുടെ കാലവർഷം ആ ഒരു സമയത്ത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പറയുമ്പം നമ്മൾ തന്നെ വരുത്തി വെച്ചാന്നൊക്കെ പറയും. അതായത് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്നു എന്ന രീതിയിൽ തന്നെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ വർഷവും നമുക്ക് ഉണ്ടായി അറിയാം, വയനാട്ടിലെ വലിയൊരു ദുരന്തം ഉണ്ടായി. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ അത് കവിഞ്ഞ് പിന്നെ നമ്മൾ പ്രകൃതിയെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പൊ അതിൽ കവിഞ്ഞ് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ ഓരോ വർഷം കഴിയുന്തോറും ഓരോ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളവും പ്രകൃതി ദുരന്തങ്ങളും എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ട്, ചുഴലിക്കാറ്റുണ്ട്, കാട്ടുതീയുണ്ട്, സുനാമി ഉണ്ട്, ഇതുപോലെ ഉരുളുപൊട്ടലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാറുണ്ട്. ഇനി അത് ഓരോ പ്രകൃതി ദുരന്തങ്ങളെ പറ്റി ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ 2019 നടന്നതും 2020 നടന്നതും അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഇനി ദുരന്ത നിവാരണവും ലഘൂകരണവും നോക്കിക്കേ. ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ? ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം, ദുരന്ത അനന്തര പ്രവർത്തനം. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ചുമ്മാ വായിച്ചു പോവാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കുക, ദുരന്ത സാധ്യത മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അത് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം, അതായത് ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഇനി ദുരന്ത സമയത്തുണ്ടാകുന്ന രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഇനി ദുരന്താനന്തര പ്രവർത്തനം, അതായത് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ പുനരുദ്ധരിപ്പിക്കുക. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള വീട് അല്ലെങ്കിൽ ഭക്ഷണം, പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം, അതെല്ലാം നമ്മൾ ഉറപ്പാക്കി കൊടുക്കുക. അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോമൺ ആയിട്ട് കാര്യങ്ങൾ, അതിനെ അങ്ങനെ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഈ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ് നോക്കി. കേരള റവന്യൂ നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതെല്ലാം നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളായിട്ട് അല്ലെങ്കിൽ ദുരന്ത നിവാരണ സംഘടനകൾ അല്ലെങ്കിൽ വകുപ്പുള്ള സംവിധാനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു നാടറിയാം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന്റെ അത്. പിന്നെ അത് കൂടുതലായിട്ടും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കേരളത്തിന്റെ 3 തരത്തിലുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങള്, അതുപോലെ തന്നെ കാലാവസ്ഥ, മണ്ണ്, ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം കേട്ടോ. പിന്നെ നദികള്, കായലുകള്, അവയുടെ എല്ലാം പേരുകള്, പിന്നെ വിളവൈവിധ്യം, ഏത് മലനാട്ടിൽ ഏതാണ്, ഇടനാട്ടിൽ ഏതാണ്, നമ്മുടെ തീരപ്രദേശത്ത് കൂടുതലായിട്ടും ഈ തരത്തിലുള്ളതാണ് നമ്മൾ വിളകൾ കൃഷി ചെയ്യുന്നത്, പിന്നെ നമ്മുടെ കാലാവസ്ഥ, ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത് പഠിക്കാം. പിന്നെ December 5 എന്ന് പറയുന്നത് ഏതാ, നമ്മുടെ ലോക മണ്ണ് സംരക്ഷണ ദിനം അല്ലെങ്കിൽ ലോക മണ്ണ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതാണ് നമ്മുടെ December 5. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഇത്രയല്ല ടോപ്പിക്കുകളുള്ളത്. ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് ഇത്രയും ടോപ്പിക്കുകളേ ഉള്ളൂ. അത് പഠിച്ചു തന്നെ പോവുക. ഞാൻ PDF ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം, നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഹലോ, ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. പഠിച്ചിട്ട് തന്നെ കിടക്കാം കേട്ടോ. ഞാൻ ഗ്രൂപ്പിലേക്ക് PDF നോട്ട് ഇട്ടുതരാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്ക് യു, ഗുഡ് നൈറ്റ്.